ഇപ്പോൾ നിലവിൽ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഓരോ പമ്പിലും ക്യൂ ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ കന്നാസിലും വണ്ടികളൊക്കെ ഫില്ലാക്കി എണ്ണ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാരൊക്കെ വെറീഡായി തുടങ്ങി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനത്തെ ന്യൂസും കാര്യങ്ങളാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ എണ്ണയും കാര്യങ്ങളും വരുന്നില്ല, അല്ലെങ്കിൽ ഗ്യാസ് ഇല്ല. അപ്പോൾ നമുക്ക് നിലവിൽ ഗ്യാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടുകൾക്കുള്ള ഗ്യാസും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഗ്യാസ് നിലവിൽ സപ്ലൈ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടലുകൾക്കൊന്നും ഗ്യാസ് കിട്ടാനില്ല. കാരണം ഇപ്പോൾ എനിക്ക് 2 ദിവസമായി ഇപ്പോൾ നിലവിൽ നമുക്ക് ഇന്നൊക്കെ 3 ദിവസമായി ആരും ഗ്യാസ് എന്ന് ചോദിച്ചാൽ അവർക്ക് തരാനില്ല. കാരണം റീഫില്ലിങ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഗ്യാസ് ഒന്നും ലോഡ് വന്നിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിലവിൽ കുറേ ഹോട്ടലും കാര്യങ്ങളും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രതിസന്ധികൾ കൂടെ പോകുന്നതിന് മുമ്പേ നമ്മുടെ സർക്കാരും കാര്യങ്ങളും എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണ്ടേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജനങ്ങളും ജാഗ്രതരായിട്ട് ഇരിക്കണം. കാരണം ഗ്യാസുകളൊക്കെ ഒന്ന് കറക്റ്റായി ഫില്ല് ചെയ്ത് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സേഫ് ആയിട്ട് ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പ്രതിസന്ധി വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. മോശം അവസ്ഥയിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരും വെറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കാനോ കാര്യങ്ങൾക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഒന്ന് ജാഗ്രതരായിട്ട് ഇരിക്കുക, അതാണ് ഒന്നും കൂടെ നന്നാവുക. കാരണം വെച്ചാൽ 2 രാജ്യങ്ങളുടെ യുദ്ധം കാരണമാണ് നമ്മുടെ കിച്ചണിൽ വരുന്ന പ്രോബ്ലം എത്തിക്കഴിഞ്ഞു. അവിടെയൊക്കെ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കിച്ചണിലാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവാക്കാൻ, ആവശ്യ ചിലവുകളെല്ലാം ഒഴിവാക്കുക. അപ്പോൾ ശരി, എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രതരായിട്ട് ഇരിക്കുക.